ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശനെ തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്യുന്നു, അദ്ദേഹം മാത്രമാണ് ഇവിടെ വർഗീയത പറയുന്നതെന്നുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് സംഭവിക്കുന്ന എന്താ, കെ എം ഷാജിയെ പോലെ ശുദ്ധ വർഗീയത പറയുന്നവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തുന്നു. അവരെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ വി ഡി സതീശനോ മറ്റു കോൺഗ്രസ് നേതാക്കളോ തയ്യാറാകുന്നില്ല. ഇപ്പം ലീഗ് നേതാക്കളുടെ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടയിലെ അവരുടെ ഒരു പ്രസ്താവനകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അബ്ദുറബ്ബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണെന്നുള്ളത്. എല്ലാത്തിലും പച്ച കാണുന്ന നമ്മുടെ മുമ്പത്തെ വിദ്യാഭ്യാസ മന്ത്രി, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ അബ്ദുറബ്ബ് പറഞ്ഞിരിക്കുന്നത് ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അർഹതയുണ്ടെന്നാണ്. പിന്നെ മറ്റൊരു വ്യക്തിയായ MAK അലി, മാക് അലി അല്ലെങ്കിൽ മഞ്ഞളാംകുഴി അലി, അയാൾ പറഞ്ഞിരിക്കുന്ന മുൻ മന്ത്രിയാണ്. അയാൾ പറഞ്ഞിരിക്കുന്നത് ലീഗിന് 7 മന്ത്രിസ്ഥാനം വരെ കിട്ടാനുള്ള ഒരു അർഹതയുണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം പോട്ടെ, മുനവർ അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ആൾ പറഞ്ഞിരിക്കുന്നത് വേറെ ലെവലിലുള്ള സംഭവമാണ്. അത് ശരിക്കും ആ ഒരൊറ്റ പ്രസ്താവന മതി മുസ്ലിം ലീഗ് എന്താണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമി, ഹുക്കുമത്തെ ഇലാഹി സ്വപ്നം കാണുന്ന മൗലാന മൗദൂദി എന്ന് പറയുന്ന വർഗീയവാദി സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൊണ്ടുപോകണം, ഒപ്പം നിർത്തണം, അവരെ ഒരിക്കലും അകറ്റി നിർത്താൻ പാടില്ല. അതിന് കാരണമായിട്ട് പറയുന്നത്, കാരണം നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നേറേണ്ടതുണ്ട്. ഒരു വിഭജനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ഉണ്ടാവുന്നത് സമുദായത്തിന് ഗുണം ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം മുസ്ലിം ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടി ആർക്ക് വേണ്ടിയാണ് നിലയുറപ്പിക്കുന്നത്, അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അവരുടെ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ് മുനവർ അലി ശിഹാബ് തങ്ങളിൽ നിന്നുണ്ടായത്. അപ്പോൾ ഇതാണ് മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ SDP ഒക്കെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്.